നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ കോർപ്പറേഷനും ആൽഫ പാലിയേറ്റീവ് കെയറും സംയുക്തമായി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തിന് മാതൃകയാകുന്ന പാലിയേറ്റീവ് കെയർ ഡയാലിസിസ് കേന്ദ്രത്തിന് റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ തൃശൂർ ശക്തൻ നഗറിൽ ശിലയിട്ടു. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ തൃശൂർ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഡയാലിസിസ് സേവനം ആവശ്യമുള്ളവർ നേരിടുന്ന പ്രയാസവും ദുഃഖവും ഇന്ന് നാടിന്റെ വലിയ നൊമ്പരമായി നമ്മുടെയെല്ലാം മുമ്പിലുണ്ടെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. ഇവർ നേരിടുന്ന സാമ്പത്തികവും വൈകാരികവുമായ പ്രശ്നങ്ങളുടെ പരിഹാരം സർക്കാരിന് മാത്രം ചെയ്യാവുന്ന കാര്യമല്ല. ഇന്ത്യയിലെ തന്നെ വലിയ പാലിയേറ്റീവ് പരിചരണ ശൃംഖലയായ ആൽഫ പാലിയേറ്റീവ് കെയറുമായി യോജിച്ച് ഈ കേന്ദ്രം യാഥാർത്ഥ്യമാക്കാനുള്ള കോർപ്പറേഷന്റെ ശ്രമം അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് മുഴുവൻ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. പാലിയേറ്റീവ് രംഗത്ത് ഒരുപക്ഷെ ലോകത്തു തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി ബ്രാഞ്ചുകൾ ഉണ്ടാക്കി ആത്മസമർപ്പണത്തിന്റെ അടയാളമാക്കായി നൂറുകയുടെ നേതൃത്വത്തിൽ ഒരു ടീം അണിനിരക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാലിയേറ്റീവ് ഗ്രൂപ്പാണ് ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവ്. ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുള്ള ഒരു സ്ഥലമാണ്. ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെ, കാരണം അവരൊന്നും അധികം നടന്ന് ബുദ്ധിമുട്ടാതെ അവർക്ക് ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്. എന്തായാലും ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ആൽഫ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഭാരവാഹികളും അതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഓഫീസിലേക്ക് കയറി ഇറങ്ങി ഒരു പരുവത്തിലായിട്ടുള്ളവരും ഉണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തുക. കേന്ദ്രത്തിന്റെ നടത്തിപ്പിന് നിയമങ്ങൾ വലിയ തടസ്സം സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ആൽഫയുമായി ചേർന്ന് പാലിയേറ്റീവ് കെയർ ഡയാലിസിസ് സേവനങ്ങൾ ഒരുക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചതെന്ന് മേയർ എം കെ വർഗീസ് പറഞ്ഞു. പ്രതിദിനം 100 പേർക്ക് ഡയാലിസിസ് സേവനം നൽകാൻ കഴിയുന്ന പദ്ധതിക്കായി 15 കോടി രൂപ ചെലവിൽ ഏകദേശം 35,000 സ്ക്വയർ ഫീറ്റിലാണ് കോർപ്പറേഷൻ ശക്തൻ നഗറിൽ കെട്ടിടം നിർമ്മിക്കുന്നത്. ആദ്യഘട്ടം 5 കോടിയിൽ 15,000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മാണം നടത്തും. 6 മാസം കൊണ്ട് കെട്ടിടം പണി പൂർത്തീകരിച്ച് സേവനം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വർഗീസ് കണ്ടംകുളത്തി സ്വാഗതം പറഞ്ഞു. ആൽഫ ട്രസ്റ്റി രവി കണ്ടംപിള്ളി, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ റോബ്സൺ, എൽത്തുരുത്ത് ഡിവിഷൻ കൗൺസിലർ സജിത ഷിബു, സെക്രട്ടറി വി പി ഷിബു തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ മഹേന്ദ്ര അശോകൻ നന്ദി പറഞ്ഞു. ആൽഫയുടെ വിവിധ സെന്ററുകളിൽ നിന്ന് ഭാരവാഹികളും സ്റ്റാഫും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഷാർജയിൽ കായംകുളം പ്രവാസി കൂട്ടായ്മ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ ആൽഫ പാലിയേറ്റീവ് കെയർ ലിങ്ക് സെന്റർ കായംകുളത്ത് തുടങ്ങാൻ ധാരണയായി. പ്രസിഡന്റ് അനീസ് ബാദുഷയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. പേട്രൺ ഐസക് ജോൺ ആമുഖ പ്രഭാഷണം നടത്തി. ആൽഫ ചെയർമാൻ കെ എം നൂറുദ്ദീൻ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് സംസാരിച്ചു. സെക്രട്ടറി ഉദയൻ സ്വാഗതം ആശംസിച്ചു. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു അംഗം ആലപ്പുഴ ജില്ലയുടെ ഡോക്ടർ ഹോം കെയറിനായുള്ള കാർ സ്പോൺസർ ചെയ്യാൻ തയ്യാറായി. തുടർ നടപടികൾ ചർച്ച ചെയ്യാനായി ഈ മാസം തന്നെ തൽപരരായവരുടെ യോഗം ചേരാൻ തീരുമാനിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചു. ജയ് ഹിന്ദ്.